മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് UDF രാഷ്ട്രീയത്തിൽ നാടകീയ നീക്കങ്ങൾ. മാണിയെ തള്ളി ജോസഫിനെ കൊള്ളാൻ കരുക്കൾ നീക്കി കോൺഗ്രസ്. PJ ജോസഫിനെ ഇടുക്കിയിൽ മത്സരിപ്പിച്ചേക്കും. കോട്ടയം സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കും. മാണിക്ക് വേണമെങ്കിൽ ജോസഫിനെ പിന്തുണയ്ക്കാമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ. കോൺഗ്രസിലെ A ഗ്രൂപ്പാണ് ജോസഫിന് വേണ്ടി കരുക്കൾ നീക്കുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ജോസഫിന് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. വിശദാംശങ്ങൾ എന്താണ്? സ്ഥാനാർത്ഥിത്വം നൽകാതെ KM മാണി കൈവിട്ട PJ ജോസഫിനെ സംരക്ഷിക്കാനുള്ള നാടകീയ നീക്കങ്ങളാണ് UDF രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സജീവമായിട്ടുള്ളത്. മാണിയെ തള്ളി ജോസഫിനെ കൊള്ളാൻ വേണ്ടി കൈകൾ നീക്കുന്ന കോൺഗ്രസ് PJ ജോസഫിനെ ഇടുക്കിയിൽ മത്സരിപ്പിക്കാനുള്ള അണിയറ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇടുക്കി PJ ജോസഫിന് നൽകി കോട്ടയം സീറ്റ് പിടിച്ചെടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. മാണിക്ക് വേണമെങ്കിൽ PJ ജോസഫിനെ പിന്തുണയ്ക്കാമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. കോൺഗ്രസിലെ A ഗ്രൂപ്പാണ് PJ ജോസഫിന് വേണ്ടി കരുക്കൾ നീക്കുന്നത്. PJ ജോസഫ് മാണി തർക്കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പിന്തുണ PJ ജോസഫിനാണ്. പിളർന്നാലും UDF തുടരാമെന്ന് ഉമ്മൻചാണ്ടി ഉറപ്പു നൽകിയതായി സൂചനയുണ്ട്. ഏറ്റവും അടുത്ത് തന്നെ ഉമ്മൻചാണ്ടി PJ ജോസഫ് കൂടിക്കാഴ്ച നടക്കുമെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതേസമയം കോട്ടയം ദേശത്തിൽ ചേർന്ന ജനപ്രതിനിധികളുടെ യോഗത്തിൽ മാണിക്കെതിരെ കടുത്ത വിമർശനവും പ്രതിഷേധവും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. കോട്ടയം സീറ്റ് കോൺഗ്രസ് തിരിച്ചെടുക്കുമെന്ന അഭിപ്രായം യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസ് നേതാക്കൾ പാർട്ടിയെ വിറ്റുവെന്ന് ആക്ഷേപം കഴിയുമ്പോൾ കോട്ടയം സീറ്റ് തിരിച്ചെടുത്തുകൊണ്ട് മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിനും കോൺഗ്രസ് ചെയ്യുന്നു. രണ്ടാം സീറ്റ് അനുവദിക്കുന്നതിന് പകരം കോട്ടയം സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ ശ്രമിച്ച കോൺഗ്രസിനോട് കടുത്ത ആമർശമാണ് മാണിക്കുള്ളത്. കോൺഗ്രസ് നേതാവായ തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചത് ഈ വിഷയത്തിൽ കോൺഗ്രസുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ തയ്യാറാണെന്നുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത്. തോമസ് ചാഴിക്കാടൻ KM മാണിയുടെ നിർദ്ദേശമനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രതിമ തുടങ്ങി വെച്ചിരിക്കുന്നു. അതിനിടെയാണ് കോൺഗ്രസ് സീറ്റ് പിടിച്ചെടുക്കാൻ കോൺഗ്രസ് അണിയറ നീക്കം തുടങ്ങി വെച്ചിരിക്കുന്നത്. എന്തു വന്നാലും KM മാണി കൈവിട്ട PJ ജോസഫിനെ സംരക്ഷിച്ചുകൊണ്ട് ഇടുക്കിയിൽ മത്സരിപ്പിക്കാനുള്ള നാടകീയ നീക്കങ്ങൾക്കാണ് UDF ക്യാമ്പിൽ ഇപ്പോൾ ശ്രമങ്ങൾ നടക്കുന്നത്. ആ ശ്രമങ്ങളെല്ലാം ചുക്കാൻ പിടിക്കുന്നത് A ഗ്രൂപ്പാണ് എന്നുള്ളതുമാണ് അതിൽ ഏറ്റവും വലിയ സവിശേഷത. വ്യക്തമാണ് പ്രശാന്ത്. ഇപ്പോൾ സമീർ കൂടി ചേരുകയാണ്. സമീർ, PJ ജോസഫിനെ ഇടുക്കിയിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ വരുന്നത്. കോട്ടയം സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്നും പറയുന്നു. ഒരുപക്ഷെ മാണിയുടെ രാഷ്ട്രീയ സാധ്യതകൾ ഇനി എങ്ങനെയായിരിക്കും? സമീർ, കേൾക്കാമെങ്കിൽ. മാണിയുടെയും അതോടൊപ്പം തന്നെ മാണിക്കൊപ്പം നിൽക്കുന്നവരുടെയും കടുംപിടുത്തമാണ് PJ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടാനിടയാക്കിയ സാഹചര്യം. അതുകൊണ്ട് തന്നെ മാണിയെ ഒതുക്കാനുള്ള ഒരു ശ്രമങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നു. നമുക്കറിയാം, PJ ജോസഫിനെ കൊണ്ട് UDF വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസ് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ ബാർക്കോഴ കേസ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് KM മാണി UDF വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാക്കിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മാണിയേക്കാൾ പ്രാധാന്യം PJ ജോസഫിനെ കൊടുക്കുകയും PJ ജോസഫിനെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം പോകുന്നത്. അത് A ഗ്രൂപ്പ് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലാണ് ഇത്തരം ശ്രമങ്ങൾ നടക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ PJ ജോസഫിനെ അദ്ദേഹത്തിന്റെ മണ്ഡല തൊടുപുഴ ഉൾപ്പെടുന്ന ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടന്നു വരുന്നു. അതിന്റെ കൂടെ ഭാഗമായിട്ട് വേണം ഇന്ന് KPCC നിർവാഹക സമിതി അംഗവും അതോടൊപ്പം തന്നെ മുൻ BCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള റോയ് കെ പൗലോസ് ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഇന്ന് അദ്ദേഹത്തെ വന്ന് കണ്ടത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന് മുസ്ലിം ലീഗിന്റെ കൂടെ പിന്തുണയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടുക്കി ജില്ലയിലെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ ഒക്കെ ഒരു പിന്തുണ കൂടി ലഭ്യമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ചും ഇടുക്കി മുസ്ലിം ലീഗിന്റെ നേതാക്കളായിട്ടുള്ള AM ഹാരിദ്, MS മുഹമ്മദ് ജില്ലാ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി ഇവരുൾപ്പെടെയുള്ളവരും PJ ജോസഫുമായി കൂടിക്കാഴ്ച നടത്തുകയും കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. A ഗ്രൂപ്പ് നടത്തുന്ന ഈ ഒരു നീക്കങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ കൂടെ പിന്തുണ ലഭ്യമാകുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ PJ ജോസഫിനെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായി തന്നെ തുടരുകയാണ്. PJ ജോസഫ് നേരത്തെ തന്നെ വ്യക്തമാക്കിയത് മത്സര രംഗത്ത് ഉണ്ടാകുമെന്നാണ്. ഇപ്പോഴും അദ്ദേഹം ആ ഒരു നിലപാട് തന്നെ തുടരുന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് M അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനിയുള്ള ഒരേ ഒരു പോംവഴി PJ ജോസഫിനെ കൂടെ നിർത്താൻ UDF പ്രത്യേകിച്ചും കോൺഗ്രസ് നടത്തുന്ന ശ്രമങ്ങൾ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള ഒരു ഏക വഴി ഇടുക്കിയിൽ മത്സരിപ്പിക്കുക എന്നുള്ളതുമാണ്. അതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന് നടന്നു വരുന്നത്. അതിന്റെ ഒക്കെ ഒരു അടിസ്ഥാനത്തിൽ അത് സംബന്ധിച്ചുള്ള ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തിയെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ ദൂതനായിക്കൊണ്ടാണ് റോയ് കെ പൗലോസ് PJ ജോസഫിന്റെ പുറപ്പുഴയുള്ള വീട്ടിലെത്തിയതും അദ്ദേഹവുമായി ചർച്ച നടത്തുകയും ചെയ്തത്. അരമണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷം
ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉന്നത നേതാക്കള് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, രമ്യമായി പരിഹരിക്കും എന്നാണ് റോയ് കെ പൗലോസ് പറഞ്ഞത്. അത് തന്നെ അതോടൊപ്പം തന്നെ നാളെ നടത്താനിരിക്കും. സമീർ ദയവായി തുടരുക. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, സീറ്റിനു വേണ്ടി എല്ലാ കരുക്കൾ നീക്കിയ മാണി ഇപ്പോൾ പുറത്താകുന്ന അവസ്ഥയും ജോസഫ് അകത്തുമാണ്. എങ്ങനെയാണ് താങ്കൾ ഈ ഒരു രാഷ്ട്രീയ നീക്കത്തെ നോക്കിക്കാണുന്നത്? പോരാത്തതിന് വലിയൊരു പിന്തുണ കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടിയുടെ പിന്തുണ ജോസഫിന് ലഭിക്കുന്നു. ഇടുക്കിയിൽ അദ്ദേഹത്തെ മത്സരിപ്പിച്ചേക്കുമെന്ന് പറയുന്നു. ഏത് വിധത്തിലായിരിക്കും മാണിക്ക് ഈ ഒരു നിലപാട് തിരിച്ചടിയാവുക? കോൺഗ്രസ് നേതൃത്വവും PJ ജോസഫും തമ്മിൽ വലിയ അടുപ്പത്തിലാണ്. എന്റെ ഒരു ബലമായ സംശയം, ഞാൻ ചിലയിടത്തൊക്കെ അത് പറഞ്ഞിരുന്നു, PJ ജോസഫ് ഇങ്ങനെ ഒരു ബലം പിടിക്കുന്നത്, ഒരു കടുത്ത നീക്കം നടത്തുന്നത് കോൺഗ്രസിന്റെ സജീവമായ പിന്തുണയോടുകൂടി അല്ലേ എന്ന് സംശയിക്കാൻ ധാരാളം കാരണങ്ങളുണ്ടായിരുന്നു. കാരണം PJ ജോസഫ് ജോസ് കെ മാണിയുടെ ജാഥയുടെ അവസാന ദിവസം ദുബായിലായിരുന്നു. അദ്ദേഹത്തോടൊപ്പം കോൺഗ്രസ് നേതാവ് KC ജോസഫും ഉണ്ടായിരുന്നു. അതാണ് എന്റെ അത്ഭുതകരമായ ഒരു കാര്യം. അപ്പൊ KC ജോസഫും PJ ജോസഫും തമ്മിൽ ഒന്നിച്ച് ആ സമയത്ത് കേരള സഭയിൽ പങ്കെടുക്കാൻ എന്തിന് ദുബായി പോയി എന്നുള്ള ചോദ്യം അന്ന് അങ്ങനെ അധികമാരും അറിഞ്ഞിരുന്നതല്ല. പക്ഷേ അതിന്റെ സൂചനകൾ നൽകുന്നത് ജോസഫും തമ്മിൽ KC ജോസഫും PJ ജോസഫും തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നില്ലേ? KC ജോസഫ് കോട്ടയംകാരനാണ്, ഇരിക്കൂർ MLA ആണ്. ഉമ്മൻചാണ്ടിയുടെ അടുത്ത ആളാണ് KC ജോസഫ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് കോൺഗ്രസിന്റെ പ്രത്യേക ചില നേതാക്കന്മാരുമായിട്ട് PJ ജോസഫിന് അടുപ്പം. ആ അടുപ്പം കെ മാണിയെ വീണ്ടും UDF പാളയത്തിൽ കൊണ്ടുവരാൻ ഉപയോഗിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതിന്റെ ഒരു തുടർച്ചയായിട്ട് PJ ജോസഫുമായിട്ടുള്ള നല്ല ബന്ധം എപ്പോഴും കോൺഗ്രസ് സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് PJ ജോസഫിനെ പെട്ടെന്ന് തള്ളിക്കളയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല. കെ മാണി തള്ളിപ്പറഞ്ഞാലും കോൺഗ്രസിന് അത് കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ ശരിയാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, മറ്റൊരു കാര്യം കൂടി, കോട്ടയം സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്നുള്ള ഒരു സൂചന കൂടി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മാണി കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവി കൂടി എന്തായിരിക്കും? അത് കോൺഗ്രസിന് നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. പരമാവധി സീറ്റുകൾ കോൺഗ്രസ് സ്വന്തമാക്കുക. കോട്ടയം കോൺഗ്രസിന്റെ ഒരു തട്ടകമാണ്, ഉമ്മൻചാണ്ടിയുടെ നാടാണ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സ്ഥലമാണ്, KC ജോസഫിന്റെ സ്ഥലമാണ്. എന്തുകൊണ്ടും പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാരുടെ ജില്ലയാണ് കോട്ടയം ജില്ല. അവിടെ കോട്ടയം മണ്ഡലം കോൺഗ്രസിൽ പിടിക്കാൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് അത് അത്ഭുതപ്പെടേണ്ടതില്ല. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ KC ജോസഫിന് വേണ്ടി ആയിരിക്കാം കോട്ടയത്ത് കോൺഗ്രസ് പിടിമുറുക്കുന്നത് എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ KC ജോസഫ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു നീക്കത്തിന് സാധ്യത ഏറെയാണ്. വ്യക്തമാണ് ശ്രീ ജേക്കബ് ജോർജ്. ഒരിക്കൽ കൂടി സമീർ വഴങ്ങോട് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സമീർ, നാളെയാണ് ഉമ്മൻചാണ്ടിയുമായി PJ ജോസഫ് കൂടിക്കാഴ്ച നടത്തുന്നത്. നാളത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിർണായക തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും നാളത്തെ യോഗത്തിന് ശേഷം ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. PJ ജോസഫ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു, വലിയ രീതിയിൽ തന്റെ ആവശ്യം നിഷേധിക്കപ്പെട്ടു, അനീതിയാണ് തന്നോട് കാണിച്ചത്. ഇത്തരത്തിലുള്ള അകാരണമായി കൃത്യമായിട്ടുള്ള ഒരു കാരണം പോലും വ്യക്തമാക്കാൻ കഴിയാതെയാണ് കെ മാണിയും ജോസ് കെ മാണിയും തന്റെ സ്ഥാനത്വം നിഷേധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് അതിൽ വലിയ അതൃപ്തിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി കേരള കോൺഗ്രസ് എമ്മിലും ഒപ്പം തന്നെ UDFിലും തുടരുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് വേണ്ടിക്കൊണ്ട് 2 ദിവസത്തിനകം തന്റെ തീരുമാനം അറിയിക്കുമെന്നും ഡൽഹിയിലുള്ള നേതാക്കൾ എത്തിയാൽ അവരുമായി കൂടിക്കാഴ്ച നടത്തി കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നുമാണ് PJ ജോസഫ് MLA പ്രതികരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയിരിക്കുന്നു. നാളെ ചർച്ച നടക്കുകയാണ്. പ്രമുഖരുമായി കൊണ്ടുള്ള ഈ ചർച്ചയ്ക്ക് ശേഷം കൃത്യമായിട്ടുള്ള നിലപാട് PJ ജോസഫ് വ്യക്തമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രധാനമായും കേരള കോൺഗ്രസ് എമ്മിൽ തുടരുന്നതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് അണികളിൽ നിന്ന് PJ ജോസഫിന്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് ഉയരുന്നത്. ആത്തും തുപ്പും ഏറ്റിക്കൊണ്ട് എന്തിനാണ് ഈ വിധത്തിൽ കൊണ്ടുപോകുന്നത് ഈ മുന്നണി സംവിധാനവും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മുമായിട്ടുള്ള ബന്ധവും എന്നാണ് അണികൾ ചോദിക്കുന്നത്. പ്രത്യേകിച്ചും ബാർക്കോഴ കേസ് ഉൾപ്പെടെ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ സംഭവമായിരുന്നു. കെ മാണി പ്രതിയായിട്ടുള്ള ബാർക്കോഴ കേസ് ഉൾപ്പെടെ ഉണ്ടായ സാഹചര്യത്തിൽ വേണമെങ്കിൽ ഈ ബന്ധം നിശ്ചയിച്ചുകൊണ്ട് മാറി നിൽക്കാമായിരുന്നു. പക്ഷെ അന്നെല്ലാം ഒരുമിച്ച് നിൽക്കുകയും
പിന്നീട് ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പി ജെ ജോസഫിനെ അങ്ങേയറ്റം അവഹേളിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഈ വിധത്തിൽ അപമാനം പേറിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് അണികൾ പി ജെ ജോസഫിനോട് ചോദിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം നാളെ നടക്കുന്ന യോഗത്തിന് ശേഷം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എ ഗ്രൂപ്പിന്റെ കൂടെ പൂർണ്ണ പിന്തുണ പി ജെ ജോസഫിന് ഇടുക്കി മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുന്നു. ഒപ്പം തന്നെ ജില്ലയിലുള്ള ഏറെക്കുറെ എല്ലാവരും കേരള കോൺഗ്രസുമായി അടുത്ത് നിൽക്കുന്നവരെല്ലാവരും തന്നെ പി ജെ ജോസഫിനോട് ഏറ്റവും അടുപ്പമുള്ളവരാണ്. ഏതാനും പേര് മാത്രമാണ് റോഷി അഗസ്റ്റിൻ എംഎൽഎയുമായി അടുത്ത് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഒരു കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു ശക്തിബലം പരീക്ഷിക്കുകയാണ് എങ്കിൽ പോലും പി ജെ ജോസഫിന് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എതിർപ്പുകളെ മറികടക്കാൻ കഴിയും എന്നുള്ള ഒരു വിലയിരുത്തൽ യു ഡി എഫിനുണ്ട്. എന്നാൽ ഐ ഗ്രൂപ്പിലെ ഏതാനും നേതാക്കള് ഈ മണ്ഡലം കേരള കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്നതിന് എതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഘടക കക്ഷികളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ശോഷിക്കുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ അത്തരം മാത്രം ഒരു ത്യാഗം ചെയ്തുകൊണ്ട് കൂടെ ആരെ നിർത്തേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് ഐ ഗ്രൂപ്പിലെ ചില നേതാക്കൾ എത്തിയിട്ടുണ്ട്. എന്തായാലും നാളെ നടക്കുന്ന ചർച്ച ഏറെ നിർണായകമാണ്. പി ജെ ജോസഫ് ഇപ്പോഴുള്ളത് തൊടുപുഴ പുറപ്പുഴയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. അദ്ദേഹം 5 മണിയോടുകൂടെ തിരുവനന്തപുരത്തേക്ക് തിരിക്കും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിക്കൊണ്ട് വിവിധ മേഖലയിലുള്ളവർ എത്തുന്നു. അതുകൊണ്ട് തന്നെ അവരുമായി അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം വൈകാതെ തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കും. നാളത്തെ ചർച്ച പി ജെ ജോസഫിനും കേരള കോൺഗ്രസ് എമ്മിനും അതിലുപരി യു ഡി എഫിനും തന്നെ ഏറെ നിർണായകമാണ്. ശരി സമീർ, ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ടി പി പ്രശാന്ത് കൂടി ചേരുകയാണ്. പ്രശാന്ത്, മാണിക്ക് വേണമെങ്കിൽ ജോസഫിനെ പിന്തുണയ്ക്കാമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഒരുപക്ഷെ മാണി ആ രീതിയിലൊരു തീരുമാനം എടുക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഇനിയുള്ള മാണിയുടെ തീരുമാനം എങ്ങനെയായിരിക്കും നിർണായകമാകുക? ഈ രീതിയിലുള്ള കോൺഗ്രസിന്റെ തീരുമാനങ്ങളെയൊക്കെ പ്രതിരോധിക്കാനായി മാണി എന്തൊക്കെ നീക്കങ്ങളായിരിക്കാം ഒരുപക്ഷെ ഇനി നടത്താൻ പോകുന്നത്? യു ഡി എഫിൽ 2ാം സീറ്റ് അനുവദിക്കുന്നതിന് പകരം ചില സാങ്കേതിക കാരണങ്ങളാൽ പ്രശാന്തിനെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. യു ഡി എഫ് രാഷ്ട്രീയത്തിൽ നാടകീയ നീക്കങ്ങൾ. മാണിയെ തള്ളി ജോസഫിനെ കൊള്ളാൻ കരുക്കൾ നീക്കി കോൺഗ്രസ്. പി ജെ ജോസഫിനെ ഇടുക്കിയിൽ മത്സരിപ്പിച്ചേക്കുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഒരിക്കൽ കൂടി സമീർ വഴങ്ങോട് ഇടുക്കിയിൽ നിന്നും ചേരുകയാണ്. സമീർ, വലിയ നാടകീയ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ജോസഫിനെ കൊള്ളാൻ കരുക്കൾ നീക്കി കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുമായുള്ള ഒരുപക്ഷെ അടുത്ത ബന്ധം തന്നെയാണ് ഈ വിധത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വന്നിരിക്കുന്നു. ലീഗിന്റെ കൂടെ പിന്തുണ ഈ ഒരു നീക്കത്തിന് പിന്നിൽ ഉണ്ട്. ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെ കാണണം? വിശദാംശങ്ങൾ എന്താണ്? ഏറെ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നിട്ട് പിന്നീട് ഒരു അട്ടിമറി ഉണ്ടായ സാഹചര്യമാണ് പി ജെ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉണ്ടായത്. ആദ്യം നടന്ന പാർലമെന്ററി കമ്മിറ്റി യോഗത്തിൽ ഏകദേശ ധാരണ എത്തിയിരുന്നു കോട്ടയത്ത് പി ജെ ജോസഫ് മത്സരിക്കും എന്നുള്ളത്. അക്കാര്യം CF തോമസ് MLA ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസ് എമ്മിലെ മുതിർന്ന നേതാക്കൾ അത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് പി ജെ ജോസഫിനെ തഴഞ്ഞത്. അതിനുശേഷം ഇന്നലെ കേരള കോൺഗ്രസ് എമ്മിലെ പ്രത്യേകിച്ചും മാണിയുമായി അടുപ്പമുള്ള മണ്ഡലം പ്രസിഡന്റുമാരും ഒപ്പം തന്നെ ജില്ലാ പ്രസിഡന്റുമാരും ചേരുകയും പി ജെ ജോസഫിനെ തഴയുകയും ചെയ്തു. അതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണവും അവർക്ക് നിരത്താനുണ്ടായിരുന്നില്ല. അവർ പറയുന്ന ഏക കാരണം MLA മത്സരിക്കരുത്, അതോടൊപ്പം തന്നെ മറ്റു ജില്ലക്കാർ മത്സരിക്കരുത് എന്നുള്ള വിധത്തിലായിരുന്നു. കോട്ടയത്ത് നിന്നുള്ള ഒരു വ്യക്തി മതി സ്ഥാനാർത്ഥി എന്ന നിലയിലായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു ചരിത്രം, കേരള കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിക്കുകയാണ് എങ്കിൽ ഒരിക്കലും അങ്ങനെ മണ്ഡലം മാറി നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു ബൈലോയോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഉണ്ടാവാത്ത സംഭവമോ അല്ല. പക്ഷേ പി ജെ ജോസഫിന്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ അത്തരം സംഭവങ്ങളൊന്നും മുൻകാലങ്ങളുടെ ചരിത്രമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും പരിഗണിക്കാതെ അദ്ദേഹത്തെ തഴയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ചില കാരണങ്ങൾ മാത്രമാണ്. അത്തരത്തിൽ അകാരണമായിട്ടുള്ള കാരണങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പി ജെ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടായത്. അത് പി ജെ ജോസഫിനെ വലിയ രീതിയിൽ ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹം പരസ്യമായിക്കൊണ്ട് മാധ്യമങ്ങളോട് പലതവണ പറഞ്ഞതാണ് ഇത്തവണ മത്സര രംഗത്ത് ഉണ്ടാകും എന്നുള്ളത്, ഇത്തവണ താൻ സ്ഥാനാർത്ഥിയായിരിക്കുമെന്നത്. ആ ഒരു പ്രതീക്ഷയോടുകൂടി അദ്ദേഹം പരസ്യമായി അക്കാര്യം വിശദീകരിച്ചിട്ട് പിന്നീട് അദ്ദേഹത്തിനുണ്ടായത് വലിയ ഒരു അവഹേളനമാണ്. സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടുന്നു. മാത്രമല്ല പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനാണ് എന്നിരിക്കെ അദ്ദേഹത്തെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും അറിയിച്ചില്ല. സാധാരണ മറ്റ് മാധ്യമങ്ങളിലൂടെ ഒക്കെയുള്ള അറിയിപ്പ് മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തയിലാണ് അദ്ദേഹം ഇങ്ങനെ തോമസ് ചാഴികാടനെ
കോട്ടയത്ത് മത്സരിപ്പിക്കാനുള്ള തീരുമാനം കെ എം മാണിയും ജോസ് കെ മാണിയും എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത്. പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനായ അദ്ദേഹത്തെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയിക്കാതെ ഒരു തീർത്തും വൈരാഗ്യ ബുദ്ധിയോടുകൂടെ തന്നെ മാണിയും ജോസ് കെ മാണിയും മുന്നോട്ട് പോകുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇനി ഈ കേരള കോൺഗ്രസ് എമ്മിൽ തുടരുന്നതിനെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ, അണികൾക്കിടയിൽ വലിയ എതിർപ്പ് തന്നെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളത് UDF നേതാക്കളുമായി കൊണ്ട് നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. കോട്ടയം സീറ്റ് ഇനി കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ തന്നെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായും PJ ജോസഫ് പ്രഖ്യാപിച്ച ആ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാകും. അതിനേക്കാൾ വലിയൊരു അപമാനം ഒരു പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനാണ് കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള രാഷ്ട്രീയ നേതാവിന് ഉണ്ടാവാനില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു സീറ്റ് നൽകിയേ മതിയാകൂ, അദ്ദേഹത്തെ മത്സരിപ്പിച്ചേ മതിയാകൂ. അതിന് ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നത് സംബന്ധിച്ചാണ് UDF വലിയ രീതിയിലുള്ള ചർച്ച നടക്കുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസിനകത്താണ് ചർച്ച നടക്കുന്നത്. ആ ചർച്ചയ്ക്കൊടുവിൽ ഇപ്പോൾ കണ്ടെത്തിയ ഒരു ഫോർമുലയാണ് അദ്ദേഹത്തെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കുക എന്നുള്ളത്. അതിനുവേണ്ടിയുള്ള കരുക്കളാണ് ഇപ്പോൾ നീക്കുന്നത്. അതിന് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇന്ന് ഉച്ചയോടുകൂടെ തൊടുപുഴ പുറപ്പുഴയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് KPCC നിർവാഹക സമിതി അംഗം കൂടിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിട്ടുള്ള റോയ് കെ പൗലോസ് വരികയും അദ്ദേഹവുമായി ചർച്ച നടത്തുകയും ചെയ്തത്. അതിനുശേഷം ഇടുക്കി ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കള്, പ്രസിഡന്റും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള AM ഹാരിദ്, MS മുഹമ്മദ് എന്നിവർ എത്തുകയും PJ ജോസഫുമായി സംസാരിച്ച് ഏകദേശം ഒരു ധാരണയിലേക്ക്, കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ധാരണയിലേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ PJ ജോസഫിനെ മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി നടക്കുന്നുണ്ട്. ഇനി നാളെ നടക്കുന്ന നിർണായകമായിട്ടുള്ള യോഗം എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് തന്നെയാണ് ഏറെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നത്. കേരള കോൺഗ്രസ് എം പിളരാനുള്ള ഒരു സാധ്യത, അതോടൊപ്പം തന്നെ ഈ മുന്നണി ബന്ധം സമീർ തുടരുക. ഇപ്പോൾ മാധ്യമപ്രവർത്തകനെ സജീവൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ A. സജീവൻ, UDF രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള നാടകീയ നീക്കങ്ങളാണ് നടക്കുന്നത്. ഒരുപക്ഷെ മാണി കോൺഗ്രസിനെ സംബന്ധിച്ച് കയ്യിലുള്ള സീറ്റ് പോവുകയും ഒപ്പം ഇടുക്കി സീറ്റ് ജോസഫിന് കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഉള്ളത്. ഒരുപക്ഷെ ജോസഫിന്റെ ആവശ്യം, ജോസഫ് വിഭാഗത്തിന്റെ സീറ്റ് ആവശ്യം ഒരു രാഷ്ട്രീയ ന്യായം ആയ ആവശ്യമായിരുന്നു. എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? ഉമ്മൻചാണ്ടി എല്ലാവിധ പിന്തുണയും കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകുന്നുണ്ട്. ഒരുപക്ഷെ മാണിയുടെ ഒരു രാഷ്ട്രീയ ഭാവിയെ ഇത് എങ്ങനെയാണ് ബാധിക്കുക? വിശദാംശങ്ങൾ എന്താണ് നോക്കിക്കാണുന്നത്? KM മാണിയേക്കാൾ കൂടുതൽ കോൺഗ്രസിന് താല്പര്യമുള്ളത് PJ ജോസഫിനെയാണ്. കാരണം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ PJ ജോസഫ് സ്വന്തം അടുത്ത അനുയായികൾ പോലും അപ്പുറത്ത് മറുകണ്ഠം ചാടിയിട്ടും കോൺഗ്രസിനൊപ്പം നിൽക്കാനാണ്, UDFനൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചത്. ആ ഒരു ഘട്ടത്തിൽ മാണി പോലും നമുക്കറിയാവുന്നതാണ്. ഒരു ഘട്ടത്തിൽ മാണി കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്കെതിരെ പരസ്യമായിട്ട് രംഗത്ത് വരികയും അങ്ങനെ മുന്നണി വിടുകയും ഒക്കെ ചെയ്തതാണ്. അതോടൊപ്പം പിന്നീട് മുന്നണി UDFിലേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് BJPയിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ LDFിലേക്ക് പോകുന്നതോ. LDFിൽ അവസരം കിട്ടാതെ ആയപ്പോൾ BJPയിലേക്ക് പോകാൻ നോക്കി. ഒടുവിൽ എവിടെയും അവസരം കിട്ടാതെ വന്നപ്പോഴാണ് UDFിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അപ്പോഴും തന്റെ മകന് വേണ്ടിയിട്ടൊരു സീറ്റ്, ഒരു രാജ്യസഭാ സീറ്റ് ചോദിച്ചു വാങ്ങുകയാണ് അദ്ദേഹം ചെയ്തത്. അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഒരു അസ്തിത്വം ഉണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് മാത്രം നോക്കുന്ന, മറ്റുള്ള പാർട്ടിയുടെയോ മുന്നണിയുടെയോ ഒന്നും കെട്ടുറപ്പിനെ കുറിച്ചും ഒന്നും നോക്കാത്ത KM മാണിയോടുള്ളതിനേക്കാൾ കൂടുതൽ താല്പര്യം കോൺഗ്രസ് കാണിക്കുക സ്വാഭാവികമായിട്ടും PJ ജോസഫിനോടാണ്. അതുകൊണ്ടാണ് ഇടുക്കി സീറ്റ് PJ ജോസഫിന് കൊടുക്കാൻ അവർ തീരുമാനിക്കുന്നത്. അവരുടെ സ്വന്തം സീറ്റാണ്. കോൺഗ്രസിന്റെ സീറ്റ് കൊടുത്തുകൊണ്ട് ഇടുക്കി PJ ജോസഫ് ഇടഞ്ഞു നിന്നാൽ ഇടുക്കി നഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തിരിച്ചു പിടിക്കാൻ, ഇടുക്കി ഇപ്പോഴും കയ്യിലല്ലെങ്കിൽ പോലും തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അതാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല KM മാണിക്ക് കൊടുക്കാവുന്ന ഏറ്റവും കടുത്ത ഒരു ആഘാതം കൂടിയാണ്. കാരണം KM മാണി പരസ്യമായി തന്നെ PJ ജോസഫിന് തകർക്കുന്ന രൂപത്തിലേക്കുള്ള ചില നിലപാടുകളാണ്. അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുകയും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതെന്ന് പറയും. ഒടുവിൽ സ്വന്തം അണികളെ കൊണ്ട് തന്നെ ഇതിനെ PJ ജോസഫിനെതിരായിട്ടുള്ള നിലപാട് എടുപ്പിച്ചുകൊണ്ട് തീരുമാനം കൈക്കൊള്ളുകയൊക്കെ ചെയ്ത ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഈ KM മാണിക്കൊരു ശക്തമായ ആഘാതം കൊടുക്കുന്ന നടപടി കൂടിയാണിത്. ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, ഇടുക്കിയിൽ KM മാണി കാലുവാരുന്നൊരവസ്ഥ ഉണ്ടാകും. അതോടൊപ്പം തന്നെ കോട്ടയത്ത് PJ ജോസഫും കേരള കോൺഗ്രസുകാരും കാലുവാരുന്നൊരവസ്ഥയും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
താങ്കൾ സൂചിപ്പിച്ചതുപോലെ മാണിയെ സംബന്ധിച്ച് ഇത് വലിയൊരു ആഘാതം തന്നെയാണ്. ഒരുപക്ഷെ ഈ നീക്കങ്ങളെയൊക്കെ പ്രതിരോധിക്കാനായി മാണി വിഭാഗം ഇനി എന്തൊക്കെ രാഷ്ട്രീയ നീക്കങ്ങളായിരിക്കാം നടത്താൻ പോകുന്നത്? മാണിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതേയുള്ളൂ. കാരണം PJ ജോസഫിനെ സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസ് എടുക്കുന്നു. PJ ജോസഫ് മാണിയുടെ പാർട്ടിയെ അല്ലാതായിട്ട് മാറിയിട്ട് വേറൊരു കേരള കോൺഗ്രസ് ആയിട്ട് UDF-ൽ തന്നെ നിൽക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ മാണിയുടെ എല്ലാ ശക്തിയും അസ്തമിക്കുന്നൊരവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പകയുടെ രാഷ്ട്രീയം മാണി പയറ്റിയാൽ നമുക്കൊരിക്കൽ പോലും അത് അത്ഭുതപ്പെടാനില്ല. കാരണം നമുക്കറിയാം, ഇടുക്കിയിൽ PJ ജോസഫ് മത്സരിക്കുന്ന മാണി ജോസഫ് മത്സരിക്കേണ്ട എന്ന നിലപാട് എടുത്തിട്ടും MLA-മാർ മത്സരിക്കേണ്ട എന്ന് മാണി കോൺഗ്രസ് തീരുമാനിച്ചിട്ടും അവിടെ ജോസഫ് മത്സരിക്കുന്നു. അവിടെ സ്വാഭാവികമായിട്ടും മാണി ഒരു വിരുദ്ധ നിലപാടെടുക്കാനാണ് പരസ്യമായിട്ടില്ലെങ്കിൽ പോലും വിരുദ്ധ നിലപാട് പയറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത് മാണിക്ക് അനുകൂലമായിട്ടുള്ളൊരു ഘടകമായിട്ട് പോലും മാറില്ല. കാരണം കോട്ടയം നമുക്കറിയാവുന്ന നേരത്തെ തന്നെ കോൺഗ്രസ്സുകാരും കേരള കോൺഗ്രസ്സുകാരും തമ്മിലുള്ള ഇരിപ്പ് പക്ഷെ നമുക്കറിയാവുന്നതാണ്. അവിടെ മാണിയെ തോൽപ്പിക്കാൻ, മാണിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനായിട്ട് എന്തായാലും ഒരു കളി കളിക്കാൻ കോൺഗ്രസ്സുകാർ നേരത്തെ തന്നെ കച്ചകെട്ടിയിരുന്നതാണ്. അതൊരു പക്ഷെ അതിൽ നിന്ന് തൽക്കാലത്തിൽ പിന്മാറാൻ അവർ ഉദ്ദേശിച്ചാൽ പോലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ PJ ജോസഫും കോൺഗ്രസ്സുകാർ പോലും മാണിയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. നന്ദി ശ്രീ എ സജീവൻ. ഇപ്പോൾ TP പ്രശാന്ത് കൂടി ചേരുകയാണ്. പ്രശാന്ത്, സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ 75% പ്രവർത്തകരും ജോസഫിനെ പിന്തുണച്ചിട്ടും വലിയ ഒരു അട്ടിമറി സീറ്റ് നിർണയിക്കുന്നതിൽ നടന്നിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പോലും PJ ജോസഫ് ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് കോട്ടയത്തിന് പുറത്തുനിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടെ വരത്തനെ മത്സരിപ്പിക്കേണ്ട എന്നൊരു നിലപാട് കൂടി ഇന്നലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉരുത്തിരിഞ്ഞു വന്നതായി പറഞ്ഞിരുന്നു. ഇത് കേട്ടുകേൾവിയില്ലാത്ത ഒരു സമീപനമായിരുന്നു. ഒരുപക്ഷെ മാണിയുടെ എല്ലാവിധ ആധിപത്യങ്ങൾക്കും വലിയ ആഘാതം ഏൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ PJ ജോസഫിനെ ഇടുക്കിയിൽ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത്. കോൺഗ്രസിലെ A ഗ്രൂപ്പാണ് ജോസഫിന് വേണ്ടി എല്ലാ കരുക്കളും നീക്കുന്നത്. ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ ഏത് രീതിയിലായിരിക്കും? UDF-ൽ നിന്ന് 2ാം സീറ്റ് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. മറിച്ച് കോട്ടയം സീറ്റ് മാത്രമാണ് കേരള കോൺഗ്രസിന്റെ പക്കൽ കിട്ടിയത്. ആ സീറ്റിൽ മാണിയുടെ തട്ടകമാണെന്നും അവിടെ തങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ മതി എന്നുമുള്ള ഒരു അഭിപ്രായമായിരുന്നു ജോസ് കെ മാണിക്കും അതുപോലെ KM മാണിക്കും ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ തന്നെയാണ് അവർ ആ നിലപാട് മുൻകൂട്ടി പ്രഖ്യാപിക്കുകയും പ്രത്യേകിച്ച് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ, കാരണം PJ ജോസഫിന് സ്ഥാനാർത്ഥിയാകണമെന്ന് മോഹമുണ്ടായിരുന്നു. അദ്ദേഹം നേരത്തെ തന്നെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഒരു പാർട്ടി ഘടകം എന്ന നിലയിൽ ആ പാർലമെന്ററി യോഗത്തിൽ ഇക്കാര്യം അവതരിപ്പിക്കുമ്പോൾ PJ ജോസഫിനെ കോട്ടയത്ത് മത്സരിപ്പിക്കില്ല എന്ന് ശക്തിയുക്തം പറയുന്ന ഒരു കാര്യമാണ് മാണി സ്വീകരിച്ചത്. അതോടുകൂടിയാണ് ഇത് സ്റ്റിയറിംഗ് കമ്മിറ്റിയിലേക്ക് തീരുമാനം പോയത്. സ്റ്റിയറിംഗ് കമ്മിറ്റിയിലേക്ക് തീരുമാനം പോയപ്പോഴും PJ ജോസഫിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടിലേക്ക് അവരെല്ലാവരും എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ 70% പേർ അതിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷേ ആ PJ ജോസഫിലേക്ക് എല്ലാം അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകൾ അത്തരത്തിൽ PJ ജോസഫ് മത്സരിക്കണമെന്നുള്ള അഭിപ്രായമടക്കം ഉയർത്താൻ ശ്രമിക്കുമ്പോൾ യാതൊരു കാരണവശാലും PJ ജോസഫിനെ ഈ ജില്ലയിൽ മത്സരിപ്പിക്കാൻ അനുവദിക്കില്ല. ഒപ്പം അന്യജില്ലക്കാരും മത്സരിക്കേണ്ട, മണ്ഡലത്തിൽ യോഗ്യരായ സ്ഥാനാർത്ഥികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു അപമാനിതരാക്കുന്ന ഒരു സമീപനമായിരുന്നു മാണി വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒടുവിൽ തീരുമാനങ്ങൾ ഒന്നും എടുക്കാൻ കഴിയാതെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഈ ഒരു തീരുമാനമെടുക്കാൻ KM മാണിയെ ചുമതലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് സ്റ്റിയറിംഗ് കമ്മിറ്റി കേരള കോൺഗ്രസിന്റെ ഒരു ചട്ടക്കൂട് പരിശോധിക്കുമ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി എടുത്ത ഒരു തീരുമാനം, അത് ചെയർമാനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം, ആ തീരുമാനത്തിന് വിപരീതമായ മറ്റൊരു തീരുമാനം ഉണ്ടാകില്ല എന്നുള്ളതാണ് PJ ജോസഫ് അടക്കമുള്ളവർ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടായിട്ടുള്ള തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിൽ താഴേക്കിടയിലുള്ള പ്രവർത്തകരെ വിളിച്ച് അവരുടെ വികാരം മാനിച്ച് മറ്റൊരു തരത്തിൽ KM മാണി തീരുമാനമെടുക്കില്ല എന്നൊക്കെ ജോസഫ് കണക്കുകൂട്ടി. പ്രത്യേകിച്ച് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ കൂടിയായിട്ടുള്ള PJ ജോസഫ് കണക്കുകൂട്ടി. എന്നാൽ വർക്കിംഗ് ചെയർമാൻ എന്നുള്ള തരത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു അടുപ്പവും ഒന്നും കാണിക്കാതെ തന്നെ PJ ജോസഫിന്റെ നിഷ്കരണം അകറ്റി നിർത്തുകയായിരുന്നു KM മാണി ചെയ്തത്. പകരം ഇപ്പോൾ സമീർ ചേരുകയാണ് ഇടുക്കിയിൽ നിന്നും. സമീർ, മാണിയുടെ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പങ്കെടുത്ത കോട്ടയം
നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ ഉയർന്നത്. ഒപ്പം കോൺഗ്രസിലെ ഉന്നത നേതാക്കൾ ചേർന്ന് പാർട്ടിയെ മാണിക്ക് വിറ്റു എന്ന ഉള്ള പോലും ഒരു ആക്ഷേപമുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണോ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്? ഒരുപക്ഷെ ഈ മാണിയുടെ ഒരു ആധിപത്യം കോൺഗ്രസിന് തന്നെ ഒരുപക്ഷെ തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നില്ലേ? കേരള കോൺഗ്രസ് എം പിളർപ്പിന്റെ വക്കിൽ കോൺഗ്രസ് നിർണായക നീക്കങ്ങളിലേക്ക് ഉമ്മൻചാണ്ടിയുടെ പിന്തുണ PJ ജോസഫിന്. ഉമ്മൻചാണ്ടി PJ ജോസഫ് കൂടിക്കാഴ്ച നാളെയാണ്. ഇടുക്കി സീറ്റ് PJ ജോസഫിന് നൽകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. ഒപ്പം കോട്ടയം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും എന്നുള്ള വാർത്തകളും വരുന്നു. വിവരങ്ങളാണ് സമീറും TP പ്രശാന്തും നൽകിയത്. കേരളത്തിലെ ഇവന്റ് ആൻഡ് എന്റർടൈൻമെന്റ് മാനേജ്മെന്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ പുതിയ സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് ഇവന്റ് ആൻഡ് എന്റർടൈൻമെന്റിന്റെ ഉദ്ഘാടനം സൂര്യ കൃഷ്ണമൂർത്തി നിർവഹിച്ചു. സംവിധായകൻ ശ്രീകുമാർ മേനോൻ, EM നജീബ്, ശാസ്തമംഗലം മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ പ്രസിഡന്റായി മാട്രിക്സ് ഇവന്റ്സിലെ അൻവർ പള്ളിക്കലിനെയും സെക്രട്ടറിയായി അബിൻ മുഹമ്മദിനെയും തിരഞ്ഞെടുത്തു.